ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾ അറിയാതെ പുരുഷന്മാർ സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സ്ത്രീകൾ അറിയാതെ പുരുഷന്മാർ സ്ത്രീകളിൽ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ അപരിചിതരാണെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മളുമായിട്ട് ഇൻട്രാക്ഷനൊക്കെ നടത്തുമ്പോൾ ഫോൺ നമ്പർ വാങ്ങിക്കുകയും സേവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവർക്ക് പുരുഷന്മാർക്ക് അതൊന്ന് കയറി നോക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൂടുതലാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവർ ഏത് രീതിയിലാണ് അവരുടെ ആ ഒരു ബിഹേവിയറൽ പാറ്റേണിസം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മേക്കപ്പ് സ്റ്റൈൽ. പുരുഷന്മാർക്ക് എപ്പോഴും വളരെ ലളിതമായിട്ടുള്ള മേക്കപ്പും അല്ലെങ്കിൽ വളരെ തനിമയുള്ള വസ്ത്രധാരണവുമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷേ നമ്മൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ ഫേസ് പാക്കും അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ വളരെ വൾഗറായിട്ടുള്ള വസ്ത്രധാരണവും ഒക്കെ നമ്മളെ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കും. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാർ ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വട്ടം മാത്രമേ അവരൊന്ന് നോക്കുകയുള്ളൂ. അപ്പോൾ മേക്കപ്പ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ടും വളരെ നാച്ചുറലായിട്ടും നമ്മൾ സ്ത്രീകൾ കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ സ്ത്രീയിൽ ഉള്ള ആ ഒരു എലിഗൻസ് സ്മെല്ല്. സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മളെല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാലും സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പെർഫ്യൂം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഒരു വ്യക്തി വന്ന് നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കത് സ്മെല്ലിനെക്കാട്ടിയും കൂടുതൽ ഒരു സഫക്കേഷനാണ് തോന്നുക. പക്ഷേ അല്ലെങ്കിൽ പൊതുവേ ഉള്ള സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട വളരെ എലിഗൻ്റ് ആയിട്ടുള്ള പെർഫ്യൂം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മെൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യുകയും അത് സ്ത്രീകൾ അറിയാതെ പുരുഷന്മാർ ഇത് ഏത് ബ്രാൻഡാണ് അല്ലെങ്കിൽ നല്ല സ്മെല്ലാണല്ലോ എന്ന് കരുതി അത് അറിയാൻ അല്ലെങ്കിൽ അതിനൊരു ക്യൂരിയോസിറ്റി കാണിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഫ്രണ്ട് സർക്കിൾ. ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി അവരുടെ ഫ്രണ്ട്സിനെ ഏത് രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്, ഏതെല്ലാം തരത്തിലാണ് അവർ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്, അതിലൂടെ അവരുടെ പേഴ്സണാലിറ്റി അറിയാനൊക്കെ ആയിട്ട് സ്ത്രീകൾ അറിയാതെ പുരുഷന്മാർ ഒരു ക്യൂരിയോസിറ്റിയുടെ ചെക്ക് ചെയ്യുന്ന ഒന്നാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ ഫ്രണ്ട് സർക്കിൾ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ വരുമ്പോൾ അവരെത്ര തന്മയത്വത്തോടു കൂടി അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സ്ത്രീ അറിയാതെ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അയ്യോ നീ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ഇമോഷൻസിനെ ഹൈ ആക്കിക്കൊണ്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമോ, അതോ ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ നെഗറ്റിവിറ്റിയെ അങ്ങ് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ ഇൻ്റലിജൻസ് കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് ആ പ്രശ്നത്തിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമ്മൾ ടാക്ടിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പുരുഷന്മാർ സ്ത്രീകൾ അറിയാതെ സ്ത്രീകളിൽ നോട്ടീസ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ ഫാദർ ഫിഗറിനോട് ഉള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജ്, പിന്നെ വ്യൂസ്, അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം തുറന്ന് പറയാൻ ഉള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ അറിയാതെ പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അവരേത് രീതിയിലാണ് അച്ഛനുമായിട്ട് ഇടപഴകുന്നത് അതേ രീതി തന്നെയായിരിക്കും അവരുടെ ബ്രദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒക്കെ ഉള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവർ ആ ഒരു രീതിയിലായിരിക്കും അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവളുടെ ഫാമിലി അല്ലെങ്കിൽ അച്ഛനമ്മമാർ അങ്ങനത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് സമയം ചിലവാക്കി കഴിഞ്ഞിട്ടും
ആ ഒരു വ്യക്തിക്ക് വേണ്ടി, സ്ത്രീക്ക് വേണ്ടിയിട്ടല്ലേ, പെൺകുട്ടി അവർക്ക് വേണ്ടിയിട്ട് എത്ര സമയമാണ് ചിലവഴിച്ച് സെൽഫ് കെയർ, സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എത്ര മെൻ്റൽ സ്ട്രെങ്തോടു കൂടി, എത്ര കോൺഫിഡൻസോടു കൂടി, എത്ര ബ്യൂട്ടി വൈബിൽ അവൾ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ഏതൊരു പുരുഷനും സ്ത്രീ അറിയാതെ നോക്കിക്കാണുന്ന ഒന്നാണ്. അവരെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വല്ലാത്ത രീതിയിൽ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചാലും അവരവിടുന്ന് അനങ്ങില്ല എന്നുള്ളൊരു രീതിയിൽ അത്രയും മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ഒരു സ്ത്രീയെ പുരുഷന്മാർ അവരറിയാതെ നോക്കിക്കാണുന്ന ഒന്നാണ്. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക ഇതെൻ്റെ സബ്ജക്റ്റ് അല്ല, എന്നാലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. കാരണം പൊതുവേ സ്ത്രീകളെല്ലാം അവർ ഇമോഷൻസിൽ നിന്നുകൊണ്ട്, ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടല്ല അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നീഡ്സ് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് പുറമേ ഉള്ള ആൾക്കാരെല്ലാം അല്ലെങ്കിൽ പഴമക്കാർ പറയുന്നത് പെണ്ണിനെ പോലെ പെരുമാറുന്നത് എന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡെല്ലാം മാറ്റണം. നമ്മൾ വളരെ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അത്രയും കോൺഫിഡൻസോടു കൂടി നമുക്ക് എന്ത് കാര്യവും മറ്റുള്ളവരുടെ അടുത്ത് തുറന്നു പറയാനുള്ള ആ ഒരു ഹാർട്ട് ഓപ്പൺനെസ് ആണ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുകയാണ്. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക.